ഇന്ന് നമ്മുടെ ടെറസിലെ കുഞ്ഞു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവർക്കും വിളവെടുപ്പൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്കാണെങ്കിൽ ഇതൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ പടവലം നമുക്ക് പറിക്കാനായിട്ടുണ്ടായിരുന്നു. അത് പറിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഈ ഒരു പടവലം ഇത്രയേ വളരുള്ളൂ കേട്ടോ. അധികം നീളവും വെക്കില്ല, അതുപോലെ വണ്ണവും വെക്കില്ല. ഈ ഒരു സൈസ് ആകുമ്പം തന്നെ നമ്മളിങ്ങനെ പറിച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു. ഈ ഒരു പന്തലുമ്മ തന്നെയായിരുന്നു നമ്മൾ കൈപ്പക്കയും വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൈപ്പക്കേൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് വള്ളിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ ഒരു കൈപ്പക്കേൻ്റെ മണ്ണിൽ നന്നായിട്ട് കുമ്മായിട്ട് നനച്ച് മൂടി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി അടുത്ത എന്തെങ്കിലും നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പടവലാണെങ്കിൽ നമുക്കങ്ങനെ കളയാൻ തോന്നില്ല, കാരണം ഇതിൻ്റെ മേലെ ഒത്തിരി പടവലം വിരിയുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു പടവലം വിരിയുന്നുണ്ട്. നമ്മളൊരു 5-6 വള്ളിയേ നട്ടു കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഒത്തിരി പടവലം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മുന്നേ ഒന്നും എനിക്ക് ഈ ഒരു പടവലം ഇഷ്ടമല്ലായിരുന്നു, കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ലാണ്. നമ്മൾ പച്ചയ്ക്ക് ഇപ്പോഴാണെങ്കിലും നമ്മൾ ആ പറിച്ചെടുക്കുമ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു സ്മെല്ലാണ്. അതും ഇങ്ങനെ പോവുകയേ ചെയ്യില്ല. പക്ഷേ ഇത് വറുത്ത് കഴിക്കുമ്പോൾ അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും എവിടുന്നോ കഴിച്ചപ്പോഴാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റത്തിൽ ഒന്നാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു പടവലം വിരിയുന്നുണ്ട് എന്ന്, കണ്ടോ? ആ വള്ളി നിറയെ വിരിഞ്ഞ് വരുന്നുണ്ട്. അതൊക്കെ വലുതാവട്ടെ. ഇനി നമുക്ക് ചീരയായിരുന്നു പൊട്ടിക്കാനുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഒരു പയർ നട്ട ചട്ടിയിൽ തന്നെ നട്ടു കൊടുത്ത ചീരയാണ്. ഓരോന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ചട്ടിയിലൊന്നും വെച്ചിട്ടില്ല, ഒരു 2-3 ചട്ടികളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പൊട്ടിക്കാനായിട്ടുണ്ടായിരുന്നത്. പയർ നനയുമ്പം ചീരയും നനയട്ടെ എന്ന് വെച്ച് അങ്ങനെ വെറുതെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. വളരുമോയെന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ചീരയും കൂടെ പൊട്ടിച്ചെടുത്തു. നമുക്ക് 2 ആൾക്ക് ഈ ഒരു ചീര തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളാണ് പറിക്കാനുള്ളത്. ഇത് നമ്മുടെ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കുമ്പളാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കുമ്പളം കൂടെ പറിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിളവെടുപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.